നേതൃത്വവുമായി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് പറഞ്ഞില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. സ്വാഭാവികമായിട്ട് താങ്കൾ CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു ബ്രാഞ്ചിന്റെ ഒരു അംഗം കൂടിയാണല്ലോ, പാർട്ടിയുടെ അംഗം, പാർട്ടി മെമ്പറാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. നീരസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പാർട്ടി ഒരു പദവി ഏൽപ്പിച്ചാൽ അത് പാർട്ടിയോട് രാജിവെക്കുമ്പോൾ അറിയിക്കണം എന്നാണ് പറയുന്നത്. ഏത് അല്ല, അതൊന്നും അറിയിക്കേണ്ടത് ഇവിടെയൊന്നും അല്ലാന്ന്. ഇവരൊന്നല്ലല്ലോ അത് തീരുമാനിച്ചു തന്നത്. അറിയിക്കേണ്ട പാർട്ടി നേതൃത്വം അല്ല, അത് അറിയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയിക്കും. താങ്കൾ കുറച്ചു കാലമായി ഇപ്പൊ പാർട്ടിയുമായി ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം നടന്നിരുന്നോ? അതൊന്നും ഇപ്പൊ നമ്മൾ തമ്മിൽ പങ്കുവെക്കേണ്ട കാര്യമല്ലല്ലോ. പാർട്ടി ആളുകൾ ആരെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, ആരെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത്? പറഞ്ഞു കേട്ടൊരു കാര്യം, നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടുവന്നു, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു, എന്നോടൊപ്പം പല കാലങ്ങളിലായി പാർട്ടിയിൽ നിന്ന്. ഇതൊക്കെ നിങ്ങൾ ഊഹിച്ചു പറയുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ ഊഹിച്ചു പറയുന്നതാണ്. ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതകരമായി യാതൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്തെല്ലാം അദ്ദേഹവുമായിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല, അതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ അത് ഏത് ദിവസം പോയി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്, ഇതൊന്നും എന്നോട് സംസാരിക്കാനോ അതൊന്നും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ മീഡിയ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഒരുക്കമേ അല്ല. കോൺഗ്രസിലേക്ക് ഇല്ല എന്ന് പറയുന്നത് ഈ പാലക്കാട്ടെ ചില ആളുകൾ CPM വിമതരായി നിൽക്കുന്നു, CPM അസംതൃപ്തരായി നിൽക്കുന്നുണ്ട്. അവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്കറിഞ്ഞൂടാ, അതിലേക്ക് എനിക്കറിയില്ല. സംസാരിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ സതീശൻ അത് ആഗ്രഹിക്കുന്നുണ്ടാകും, സതീശൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു പക്ഷേ കിട്ടാം. പക്ഷെ സതീശൻ എന്നോട് ആ കാര്യം സംസാരിച്ചിട്ടില്ല. ഏത് അല്ല, അവരൊന്നും ഇവരെ ക്ഷണിച്ചിട്ടില്ലല്ലോ. ക്ഷണിക്കാത്ത അവരെന്നോട് ഔപചാരികമായിട്ട് എന്നോട് സംസാരിക്കാത്തൊരു കാര്യത്തെ പറ്റി പോകുമോ എന്നുള്ളത് അങ്ങനെ ഒരു ധാരണയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൂന്യാകാശത്തു നിന്നൊരു ചോദ്യം, ശൂന്യാകാശത്തു നിന്നുള്ള മറുപടി. ഒരു 6-7 ദിവസം മുമ്പ് സതീഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് PK ശശിയുമായി ഫോണിലൂടെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിനുശേഷം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. PK ശശിയുമായിട്ട് അയാൾ സംസാരിച്ചിട്ടില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ജില്ലയിൽ അസംതൃപ്തരുടെ യോഗം കൂട്ടായ്മയുണ്ട് എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ, എനിക്കറിയില്ല. അങ്ങനെ ചേരാൻ പാടില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എങ്ങനെ അങ്ങനെ ചേരാൻ പാടില്ല എന്നുള്ളത് അത് വിളിച്ചു കൂട്ടുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഇത്രയും നല്ല രീതിയിൽ KTDC ചെയർമാൻ സ്ഥാനത്ത് താങ്കൾ പ്രവർത്തിച്ചു, സ്വാഭാവികമായിട്ടും ഒരാക്ഷേപം എനിക്കുമില്ല, അവിടെ ജീവനക്കാർക്കുമില്ല, അവിടെയുള്ള നിലവിലുള്ള ഡയറക്ടർ ബോർഡിനില്ല, ബന്ധപ്പെട്ട മന്ത്രിക്കില്ല, സർക്കാരിനില്ല. എന്തുകൊണ്ട് ഇത്രയും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു രാജി? അല്ല, രാജിവെക്കുന്നത് വേറെ കാരണം കൊണ്ടൊന്നുമല്ല, വ്യക്തിപരമായിട്ട് ചില പ്രയാസങ്ങൾ എനിക്കുണ്ട്. അവന് വ്യക്തിപരമായ ചില പ്രയാസങ്ങളുണ്ട്. എല്ലാ വ്യക്തിപരമായ പ്രയാസങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതല്ലോ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു രാജി സ്വാഭാവികമായിട്ട് ചർച്ചയാകുമല്ലോ. ഏത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ടായത് ഒരു സാന്ദർഭികമായിട്ടൊരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ കൂടിയിട്ട് ഇവിടെ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വരൂലല്ലോ. ഈ സ്വാഭാവിക ഗോവിന്ദ മാഷിന്റെ യാത്രയിൽ പങ്കെടുക്കാതിരിക്കുക, അതിന് പിന്നാലെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ എത്തുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഗോവിന്ദ മാഷ ജാഥയെ പങ്കെടുക്കുന്നില്ല, VD സതീശന്റെ ജാഥയെ പങ്കെടുക്കുന്നു പറഞ്ഞവരല്ലേ നിങ്ങൾ. ഇന്നലെ അവിടെ പങ്കെടുത്തോ? അത് പങ്കെടുത്തില്ലല്ലോ, പിന്നെന്താ? വന്നിട്ടില്ലേ? അല്ലല്ല, മണ്ണാർക്കാട് കഴിഞ്ഞു എന്നാണല്ലോ. അല്ല, മണ്ണാർക്കാട് ജാഥ കഴിഞ്ഞില്ല, മണ്ണാർക്കാട് എത്തുന്നാ പറഞ്ഞേ. മണ്ണാർക്കാട് ഞാൻ പങ്കെടുക്കുന്നാ പറഞ്ഞു നിങ്ങള്. എവിടെ? അല്ലല്ല, അന്ന് സുഖം ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിലുള്ള പരിഗണന ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നെന്തെങ്കിലും? അതൊന്നും നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കേണ്ട കാര്യമല്ലല്ലോപ്പാ. നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ട പ്രശ്നമല്ലത്. പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെയാണ് തരംതാഴ്ത്തൽ നടപടി ഉണ്ടായത് എന്നുള്ള പറയാനുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി കൃത്യമായി കേൾക്കാതെയാണ് ഈ തരംതാഴ്ത്തൽ. ഞാൻ അത് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി PBക്കും ജനറൽ സെക്രട്ടറിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വർഷം, അതായത് ഒരു പാർട്ടി നടപടി നേരിട്ടതിന്റെ മുകളിൽ തന്നെ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഈ നടപടിന്റെ മുകളിൽ നടപടി എന്ന രൂപത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെയും മാറി ചിന്തിച്ചിട്ടില്ലല്ലോ ഞാൻ. ഇനിയും ചിന്തിക്കില്ല എന്നുള്ളതാണ്.
CPM തുടരും താങ്കൾ? അല്ല, ഇപ്പൊ CPM ആണ് ഞാൻ. ഇപ്പൊ അതേപോലെ തന്നെ തുടരും? അല്ല, ഇപ്പൊ CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ പിന്നെ മാറ്റത്തിനെ ഇപ്പൊ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ നേരത്തെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദിക്കരുതെന്ന്, ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ ചോദ്യം ചോദിക്കരുത്. എനിക്കറിഞ്ഞൂടാ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചോ ഉള്ള ഒരു ധാരണയും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ആലോചനയും എൻ്റെ മനസ്സിൽ ആരും സമീപിച്ചില്ല. അസംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് പങ്കുവെക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് ഇരിക്കുക. മനുഷ്യനല്ലേ, നിങ്ങളെല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, നിങ്ങൾ ചോദിക്കട്ടെ, ഞാൻ തിരിച്ചിങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ എല്ലാ നിലയിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ ചില കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണല്ലോ പിന്നെ 24-ൽ നിന്ന് വളരെ പെട്ടെന്ന് ക്വിറ്റ് ചെയ്തിട്ട് ബിഗ് TV-യിലേക്ക് മാറുന്നു, പിന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ന്യൂസ് മലയാളത്തിലേക്ക് മാറുന്നു. ഇതെല്ലാം അവിടെ ചില അസംതൃപ്തി ഉണ്ടാകുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അതിങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന അർത്ഥമില്ല. അതെ, നിരന്തരമായിട്ട് താങ്കൾക്കെതിരെ താങ്കൾ ഇപ്പോഴും ബ്രാഞ്ചിൽ തന്നെ ഇരിക്കുന്നു. താങ്കൾക്ക് എനിക്കറിയില്ല ഏത് ചോദ്യത്തിനും ആ രീതിയിലുള്ള മറുപടിയാണ്. ഇപ്പൊ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ താങ്കൾ ഇപ്പോഴും ബ്രാഞ്ചിൽ ഇരിക്കുന്നത് താങ്കൾ തെറ്റ് ചെയ്തിട്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. അത് അയാളോട് പോയി ചോദിക്കണം. അത് എന്നോട് ചോദിക്കണ്ട. അതെന്താണെന്നുള്ളത് അയാളോട് ചോദിക്കണം. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഏത് ബ്രാഞ്ചാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? പിന്നെന്താ, പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് അറിയില്ല. എനിക്കറിയില്ല. അറിയില്ല. ബ്രാഞ്ച് അറിയാതെ സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. ഭാഗമായി പാലക്കാട് എത്തി. അപ്പൊ PK ശശിയും പാർട്ടിയും തമ്മിൽ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് താങ്കളെ ബ്രാഞ്ചിൽ എത്തിയത്. അദ്ദേഹത്തോട് പോയി ചോദിക്കണമെന്ന്. അതെന്നെ അയാൾ പറഞ്ഞ എന്താന്നുള്ളത് അയാൾക്കല്ലേ അറിയുള്ളൂ. അല്ല, പാർട്ടിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലാതെ പാർട്ടിയുടെ രാഷ്ട്രീയവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഐഡിയോളജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ക്ലിയർ? ഓക്കെ. നേതാക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോഴും, അത് തുടരുന്നു. ഈ താങ്കളുടെ മാക്സിൻ ഐഡിയോളജി വെച്ചുകൊണ്ട് തന്നെ പുതിയ വിഷയങ്ങൾ അല്ല, ഈ മാക്സിൻ ഐഡിയോളജി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ UDF-നൊപ്പം സഹകരിക്കാൻ കഴിയും അവരുടെ പാർട്ടിയുടെ ഭാഗമാകാതെ? അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഇല്ല, ഒരു വട്ടം പറഞ്ഞില്ലേ മറുപടി? സാർ പലപ്പോഴും പറയാറുണ്ട് പിണറായി വിജയൻ താങ്കളുടെ പിതാവിന് തുല്യമാണെന്ന് പറയാറുണ്ട്. എപ്പോഴും പറഞ്ഞല്ലോ. ഞാൻ മാറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു മാറിയോ? അദ്ദേഹം എന്റെ പിതൃതുല്യനാണ്. അതൊന്നും ഞാനിപ്പോ നിങ്ങളായിട്ട് പങ്കുവെക്കേണ്ടതല്ലല്ലോ. അതല്ല, അതൊന്നും നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട പ്രശ്നമേ ഇല്ലത്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി VS-ന്റെ PA UDF-നൊപ്പം ചേർന്നു. അയ്യോ, എനിക്കറിയേയില്ല കേട്ടോ. എനിക്ക് തീരെ അറിയില്ല. വാർത്ത കണ്ടിരിക്കുന്നു. വാർത്ത എല്ലാ ചാനലിലും വന്നില്ലേ? ചാനലിൽ വന്നു, പത്രങ്ങളിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. എനിക്ക് യാതൊരു ബന്ധവും അദ്ദേഹം. ഏത്? അതെ, സുരേഷ് പറഞ്ഞത് പാർട്ടിയിലെ ചില ആളുകൾക്ക് അവർ മാത്രം മതി ഈ പാർട്ടിയിൽ. ആര് പറയുന്നത്? സുരേഷ് പറയുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിപൂർണമായും തെറ്റാണ്. പാർട്ടി എപ്പോഴും രാഷ്ട്രീയ പാർട്ടി എപ്പോഴും എന്താവണം? രാഷ്ട്രീയ പാർട്ടി പിന്നെ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളോടും പിന്നെ കണ്ണും കാതും കൂർപ്പിച്ച് അതിനോട് ശരിയായ രൂപത്തിൽ പ്രതികരിക്കാനുള്ള ശേഷി രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവണം. 1. നമ്പർ 2, അതിന് നിലവിലുള്ളതിനേക്കാൾ ഒരടി മുമ്പോട്ട് പോകാൻ പാർട്ടിക്ക് സാധിക്കുന്ന എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ആ നിലപാടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത്. 3, അതിന് സഹായകമായ നിലപാട് എല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളതാണ്, ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതല്ല. ഈ 3 ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഈ 3 ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ കൂടെ ഇതിനകത്ത് പുതുതായി വന്നിരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഐഡിയോളജി? ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്കൊരു അടിസ്ഥാനപരമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാകും. ആ ഐഡിയോളജിയെ മുമ്പിൽ നിർത്തി രാഷ്ട്രീയമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ പൊളിറ്റിക്കൽ ലൈൻ വിശദീകരിക്കുക. ഈ പൊളിറ്റിക്കൽ ലൈൻ വിശദീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടവുപരമായ നിലപാടുകളെ പറ്റി പാർട്ടിയിലുള്ള ആളുകളെ പഠിപ്പിക്കുക. സംഘടന എന്താണെന്നും സംഘടനാപരമായ കാര്യങ്ങൾ എന്താണെന്നും
പറയുക. പാർട്ടിക്കകത്ത് പറയേണ്ടത് എന്ത്, പാർട്ടിക്ക് പുറത്ത് പറയേണ്ടത് എന്ത് എന്ന് ഈ വന്ന ആളുകളെ കൃത്യമായി പഠിപ്പിക്കുക. ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. ഈ പാർട്ടിയുടെ ഔദ്യോഗിക പ്രശ്നം സുരേഷ് പറഞ്ഞതൊന്നും ഞാൻ മറുപടി പറയുന്നില്ലപ്പാ. ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ പറ്റി നിങ്ങൾ എന്തായി പറയുന്നത്? ഇടതുപക്ഷം അല്ലാതായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ UDF ആണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് സുരേഷ് പറഞ്ഞത്. ഏത് ശരിയായ ഇടതുപക്ഷ നിലപാട് UDF ആണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. CPM ഇടതുപക്ഷ മൂല്യം നഷ്ടപ്പെട്ടു എന്നാണ് ഉദ്ദേശിച്ചത്. അയ്യോ അറിയില്ല, എനിക്ക് അയാളോട് ചോദിക്കണ്ടേ. എനിക്കറിയില്ല. അതല്ല, നിങ്ങൾ ഈ പറയുന്ന സുരേഷുമായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരാളാണ്. മുഖ്യമന്ത്രി അല്ല, അത് കറക്റ്റ്. PS-ന്റെ PA ആയിരുന്നു അദ്ദേഹം. PS-ന്റെ PA എന്നുള്ള നിലക്കാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നൊരു കാര്യം. പിന്നെ സ്റ്റുഡൻറ് മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന കാലത്ത് പിന്നെ പരിചയമുണ്ട്. പക്ഷേ ഈ VS-ന്റെ PA ആയിരുന്ന കാലത്തൊന്നും എനിക്ക് യാതൊരു ബന്ധവും അയാളായിട്ടില്ല. അതിന് ശേഷവും യാദൃച്ഛികമായി ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടോ ഏതോ എയർപോർട്ടിൽ വെച്ചിട്ടോ എവിടെയെന്ന് അറിയില്ല, ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ടായി. ഒരു രാഷ്ട്രീയ കാര്യവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല.